എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2025 പ്രവേശന പരീക്ഷയുടെ ആൻസർ കീ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതും അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആൻസർ കീ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കീസ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആൻസർ കീ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഈ സൈഡിൽ കാണാം. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആൻസർ കീയുടെ പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ആൻസർ കീ കാണാൻ സാധിക്കുന്നതാണ്. ഓരോ ദിവസവും നടന്നിട്ടുണ്ടായിരുന്ന പരീക്ഷയുടെ ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ 23/4/2025 എഞ്ചിനീയറിംഗ്, 24-ാം തീയതിയുള്ള ഫാർമസി പരീക്ഷയുടെ രാവിലത്തെ സെഷനാണ് FN സെഷൻ എന്ന് പറയുന്നത്. അതുപോലെ 24-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം നടന്നിട്ടുണ്ടായിരുന്ന ഫാർമസിയുടെ AN സെഷൻ, അത് AN എന്ന് പറയുമ്പോൾ ഈ ഒരു ഉച്ചയ്ക്ക് ശേഷം നടന്നിട്ടുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ 26, 25, 26, 27 അതുപോലെ 28 എന്നീ തീയതികൾ നടന്നിട്ടുള്ള എഞ്ചിനീയറിംഗ് പരീക്ഷ, അതുപോലെ തന്നെ 29-ാം തീയതി രാവിലെയും ഉച്ചയ്ക്കും നടന്നിട്ടുണ്ടായിരുന്ന ഫാർമസിയുടെയും എഞ്ചിനീയറിങ്ങിൻ്റെയും പരീക്ഷയുടെ ഈ ഒരു ആൻസർ കീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ദിവസങ്ങളിലാണോ ഏത് പരീക്ഷകളൊക്കെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്, ഏത് നേരത്താണ്, അത് രാവിലെയാണോ ഉച്ചക്കാണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അനുസരിച്ച് നിങ്ങൾ ആൻസർ കീ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതായത് നിങ്ങൾക്ക് ഫാർമസിയുടെ 24-ാം തീയതി ഉച്ചക്കാണ് നടന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇവിടെ ഫാർമസി 24/4/2025 ഫാർമസി AN സെഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് 23-ാം തീയതി നടന്ന എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ ആൻസർ കീ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ആൻസർ കീസിൽ കൃത്യമായിട്ട്, അതായത് ക്വസ്റ്റ്യൻ്റെ ഏത് ആൻസറാണ് കറക്റ്റ് എന്നുള്ള ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുണ്ടാവുക. അതായത് ഈ ഒരു ആൻസറിൻ്റെ നമ്പറാണ്, അതായത് ആ ഒരു ആൻസറിൻ്റെ ആ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്, അതുപോലെ അതിൻ്റെ ചോയ്സ് എത്ര എണ്ണം ഉണ്ടായിരുന്നു, അതായത് 5 ചോയ്സ് ആണുള്ളത്, അതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫാർമസിയുടെ നോക്കാം. 24-ാം തീയതി രാവിലെ നടന്നിട്ടുണ്ടായിരുന്ന ഫാർമസിയുടെ ആ ഒരു ആൻസർ കീ ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഫാർമസിയുടെയും ഇതേ രീതിയിൽ 5 ചോയ്സസ് ആണുള്ളത്. അതിൽ കറക്റ്റ് ആൻസർ ഏത് ഓപ്ഷനാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇത് പരിശോധിച്ച ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ആൻസർ കീസിൽ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് CE ഓഫീസിനെ അറിയിക്കുന്നതിനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അറിയിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ നോട്ടിഫിക്കേഷൻസിൽ, അതായത് ഈ ഒരു നേരത്തെയുള്ള ഒരു പേജിലെ നോട്ടിഫിക്കേഷൻസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അത് നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം നോട്ടിഫിക്കേഷൻ ആൻഡ് പ്രസ് റിലീസ്. അതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേരള എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് എക്സാമിനേഷൻ 2025 ആൻസർ കീ പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വിജ്ഞാപനം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വിജ്ഞാപനം എന്ന് പറയുമ്പോൾ അത് മലയാളത്തിലുള്ള വേർഷനാണ്, നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷിലാണ് അതിൻ്റെ വേർഷൻ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വായിക്കാൻ സൗകര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് ഏപ്രിൽ 23 മുതൽ 29 വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളും കൂടാതെ ഡൽഹി, ചെന്നൈ, ബംഗളൂരു, അതുപോലെ മുംബൈ, ദുബായ് എന്നിവിടങ്ങളിൽ വെച്ച് നടത്തിയ 2025-26 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷയുടെ ഉത്തരസൂചികയാണ് ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഉത്തരസൂചിക, ചോദ്യങ്ങൾ എന്നിവ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ, അതായത് ആക്ഷേപമുള്ള വിദ്യാർത്ഥികൾ, ആക്ഷേപം എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉത്തരം തെറ്റാണ്, അതായത് ആൻസർ കീയിൽ കൊടുത്ത ഉത്തരം തെറ്റാണെന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന, അതായത് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഏപ്രിൽ 3 മെയ് 3-ാം തീയതി, അതായത് ഈ ഒരു ഉത്തരസൂചി, അതായത് ഈ ഒരു ആൻസർ കീയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപം അല്ലെങ്കിൽ പരാതികൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെയ് 3-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ഓരോ ചോദ്യത്തിനും 200 രൂപ ഓൺലൈനായിട്ട് അടച്ച് കാൻഡിഡേറ്റ് പോർട്ടലിലൂടെ പരാതികൾ നൽകാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ അറിയിക്കാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 1-ാമത്തെ ചോദ്യം, അത് നിങ്ങൾക്കിപ്പോൾ എഞ്ചിനീയറിംഗ് ആണ്, അതിൽ 1-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ കീ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഓപ്ഷൻ E ആണെന്നാണ് തോന്നുന്നത്, ആദ്യം നടന്നിട്ടുണ്ടായിരുന്ന പരീക്ഷയുടെ. അപ്പോൾ നിങ്ങൾക്ക് E അല്ല ആൻസർ, അത് A ആണ് അല്ലെങ്കിൽ B ആണ് എന്നൊക്കെയാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനായിട്ടൊരു അതായത് തെളിവുണ്ട്. അതായത് നിങ്ങൾ ആൻസർ കീ കൊടുത്തിട്ടുള്ള ആ ഒരു ആൻസർ തെറ്റാണ്, മറ്റൊരു ഉത്തരമാണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, അത് നിങ്ങൾ കൺഫേംഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പരാതികൾ
സമർപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചോദ്യത്തിൽ എന്തെങ്കിലും പിശകും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ചോദ്യം തെറ്റാണ് എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചും പരാതികൾ കൊടുക്കാവുന്നതാണ്. എന്നാൽ ഓരോ ചോദ്യത്തിനും നിങ്ങൾ പരാതി ഉന്നയിക്കുന്ന സമയത്ത് 200 രൂപ ഓരോ ചോദ്യത്തിനും നിങ്ങൾ ഓൺലൈനായിട്ട് അടക്കുകയും അതിനുശേഷം നിങ്ങൾക്ക്, അതായത് കാൻഡിഡേറ്റ് പോർട്ടലിലൂടെ തന്നെയാണ് ഈ ഒരു പൈസ അടച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾ പരാതികൾ അറിയിക്കേണ്ടത്. കാൻഡിഡേറ്റ് പോർട്ടലിൽ, അത് നിങ്ങൾ ഈ ഒരു കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ആൻസർ കീ ചലഞ്ച് എഞ്ചിനീയറിംഗ്, ആൻസർ കീ ചലഞ്ച് ഫാർമസി എന്നിങ്ങനെയുള്ള ലിങ്കുകൾ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കുകളിൽ നിങ്ങൾ ആവശ്യമായത് ഏതിൻ്റെ ആൻസർ കീ ആണ് നിങ്ങൾക്ക് തെറ്റായിട്ടല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പരാതികളുള്ളത്, ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഉത്തരസൂചികയിലെ ചോദ്യത്തിലെ പരാതികൾ സമർപ്പിക്കാവുന്നതാണ്. സമർപ്പിച്ച പരാതികൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ നൽകിയിട്ടുള്ളതിൽ കാര്യമുണ്ട്, അതായത് ആ ഒരു ചോദ്യം തെറ്റാണ് അല്ലെങ്കിൽ ആ ഒരു ആൻസർ കീയിൽ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു ആൻസർ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ചോദ്യത്തിന് അടച്ചാൽ, അതായത് ഏത് ചോദ്യത്തിനാണ് നിങ്ങൾ പറഞ്ഞ ആ ഒരു ആക്ഷേപം ശരിയായിട്ടുള്ളത്, നിങ്ങളുടെ ആക്ഷേപം ശരിയായിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ്റേതാണ് അതിനായിട്ട് നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു 200 രൂപ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷയിൽ നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്ക് റീഫണ്ട് നൽകുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫീസ്, നിങ്ങൾ അടച്ച ഫീസ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അത് നിങ്ങൾ നൽകിയ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും റീഫണ്ട് കിട്ടുക. നിശ്ചിത സമയത്തിനുള്ളിൽ ഫീസ് അടക്കാത്ത പരാതികൾ സ്വീകരിക്കുന്നത് അല്ല. തപാലിലൂടെയോ ഇമെയിൽ മുഖേനയോ നേരിട്ടോ പരാതികൾ സ്വീകരിക്കുന്നതല്ല. നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ വഴി മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പരാതികൾ നൽകാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ മെയ് 3-ാം തീയതി വരെയാണ് ഈ ഒരു പരാതികൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട്, അതായത് ഈ ഒരു പരാതികൾ നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കാൻഡിഡേറ്റ് ലോഗിൻ, ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, പാസ്വേഡ് നൽകുക, ആക്സസ് കോഡ് നൽകുക, ലോഗിൻ ചെയ്യുക. അതുപോലെ ചലഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ്, അതുപോലെ ചലഞ്ച് ഓഫ് ഫാർമസി, ഇങ്ങനെ 2 ഓപ്ഷൻ കാണും. അതിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട്, ഏത് വിഭാഗത്തിലെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടാണ് പരാതികൾ ഉള്ളത്, ആ ഒരു പരാതിയിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഒരു ക്വസ്റ്റ്യന് 200 രൂപ വെച്ച് നിങ്ങൾക്ക് എത്ര ചോദ്യത്തിൻ്റെ പരാതികളുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അടക്കാവുന്നതും. നിങ്ങളുടെ ആക്ഷേപം അല്ലെങ്കിൽ പരാതികൾ കൃത്യമായിട്ട് അത് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് നിങ്ങൾ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ കിട്ടുന്നതും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.